നമ്മൾ കുംഭമേള എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഐതിഹ്യം തൊട്ട് തുടങ്ങാം. അത് അമൃത മഥനവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുംഭമേളയുടെ ഐതിഹ്യം. അതായത് ദേവാസുരന്മാർ ചേർന്ന് അമൃതിന് വേണ്ടി പാലാഴി കടയുകയും അങ്ങനെ അമൃതകുംഭം ഉയർന്നു വന്ന സമയത്ത് അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധത്തിലേർപ്പെട്ടു. ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ അമൃതകുംഭം അസുരന്മാരുടെ കൈവശം പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഗരുഡൻ കയ്യിലേന്തുകയും ഗരുഡൻ അതുമായിട്ട് അത് പറന്ന് നടക്കുകയും ചെയ്യും. അപ്പോൾ ഗരുഡൻ ക്ഷീണിക്കുന്ന സമയത്ത് ഇതൊന്ന് വിശ്രമിക്കാൻ വേണ്ടി സ്ഥാപിച്ച സ്ഥലങ്ങളാണ് 4 പ്രധാനപ്പെട്ട തീർത്ഥങ്ങൾ. അപ്പോൾ ആ തീർത്ഥങ്ങളിൽ അസുരന്മാർക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തീർത്ഥങ്ങളിൽ സ്ഥാപിച്ചിട്ടാണ് ഗരുഡൻ വിശ്രമിച്ചത്. അപ്പോൾ ആ 4 സ്ഥലങ്ങളാണ് ഹരിദ്വാറിൽ ഹർക്കി പൗഡി, പ്രയാഗ്രാജ്, ഗംഗ, യമുന, സരസ്വതി 3 നദികളുടെ സംഗമമായിട്ടുള്ള ത്രിവേണി സംഗമം. അത് തീർത്ഥങ്ങളുടെ രാജാവ് തീർത്ഥരാജ് പ്രയാഗ്രാജ് എന്നാണ് പറയുക. പ്രയാഗ്രാജിൽ, പിന്നെ ക്ഷിപ്ര നദി ഉജ്ജയിനിയിൽ, നാസിക്കിൽ ഗോദാവരി, ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ ആണ് ഈ അമൃതകുംഭം സ്ഥാപിച്ചത്. അപ്പോൾ ഈ അമൃതിൻ്റെ സാന്നിധ്യം ദേവന്മാരുടെ ഒരു ദിവസം, ദേവാസുരന്മാരുടെ ഒരു ദിവസം, മനുഷ്യരുടെ ഒരു വർഷമാണ്. അപ്പോൾ ഈ യുദ്ധം നടന്നത് 12 വർഷമാണ്. അപ്പോൾ ഈ 12 ദിവസമാണ് നമ്മൾ യുദ്ധം നടന്നത്. അപ്പോൾ അത് മനുഷ്യ രീതി കണക്കാക്കുമ്പോൾ 12 വർഷമാണ്. അപ്പോൾ അങ്ങനെ 12 വർഷം കൂടുന്ന സമയത്ത് ഈ ഗരുഡൻ അമൃതകുംഭം വച്ച ആ മുഹൂർത്തം വീണ്ടും വരുമ്പോൾ ഈ തീർത്ഥങ്ങളിൽ അതിൽ നിന്ന് തെറിച്ച് വീണ തുള്ളികളുടെ അമൃതിൻ്റെ സാന്നിധ്യം വീണ്ടും ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം.